കഴിഞ്ഞ വർഷത്തിൽ ദ ബിഗസ്റ്റ് വെൽത്ത് ക്രിയേറ്റർ എന്ന ബഹുമതി നേടിയ വിഭാഗമായിരുന്നു IPO. ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും 10 മടങ്ങ് ലാഭം നേടിക്കൊടുക്കുവാൻ പല IPOകൾക്കും സാധിച്ചു എന്നുള്ളതാണ് പ്രധാന കാരണം. ഇതിൽ ഇൻവെസ്റ്റേഴ്സിനെ പോലും അമ്പരപ്പിച്ച ചില സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. എന്താണ് IPO എന്നതിനെക്കുറിച്ച് അറിയുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്ക് കാണുക. അവിടെ ഏറ്റവും നന്നായിട്ട് തന്നെ IPOനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. വിത്ത് ദാറ്റ് ബീങ് സെഡ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഇൻ അവർ ചാനൽ. 2019 ഹിസ്റ്ററി മേക്കർ എന്ന് അവകാശപ്പെടാവുന്ന IPO ആയിരുന്നു IRCTC. ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ലാഭം നേടിക്കൊടുത്ത IPOയും ഇതുതന്നെയാണ്. ഒക്ടോബർ 14 ഈ കമ്പനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റായത്. 320 രൂപയായിരുന്നു IRCTCയുടെ ഇഷ്യൂ പ്രൈസ്. ഈ ഷെയറിനോട് വളരെ നല്ലൊരു റെസ്പോൺസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 625 രൂപയായിരുന്നു. പിന്നീട് അത് 980 രൂപ വരെ ഉയരുകയും ചെയ്തു. അതായത് ഏകദേശം 306% റിട്ടേൺസാണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന്, അവരുടെ ബിസിനസ്സിൽ അവർ ഒരു മോണോപോളിയാണ് എന്നത് തന്നെയാണ്. അവർക്ക് അവിടെ ഒരു കോമ്പറ്റീറ്ററിനെ പറ്റി ചിന്തിക്കേണ്ടതേയില്ല. രണ്ടാമതായിട്ട് കമ്പനിയുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. ഇൻവെസ്റ്റേഴ്സിന് ലാഭം നേടിക്കൊടുത്ത അടുത്ത സ്റ്റോക്ക് ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് ആണ്. ജൂലൈ 4 ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. 973 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. ലിസ്റ്റ് ആയതിനു ശേഷം അത് 2304 രൂപ വരെ ഉയരുകയും ചെയ്തു. അതായത് ഏകദേശം 236%. ഹൈ റിട്ടേൺസ് കൊടുത്ത അടുത്ത സ്റ്റോക്കാണ് ആപ്പിൾ ഇന്ത്യ. ഓഗസ്റ്റ് 8 ലിസ്റ്റായി ഈ സ്റ്റോക്കിൻ്റെ ഇഷ്യൂ പ്രൈസ് 745 രൂപയായിരുന്നു. ലിസ്റ്റ് ആയതിനു ശേഷം 1739 രൂപ വരെ ഉയരുകയും ചെയ്തു. അതായത് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 233%. മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്ത അടുത്ത കമ്പനിയാണ് പോളിക്യാപ്പ്. 745 രൂപയായിരുന്നു ഈ കമ്പനിയുടെ ഇഷ്യൂ പ്രൈസ്. ലിസ്റ്റ് ആയതിനു ശേഷം 1091 രൂപ വരെ ഇത് ഉയരുകയും ചെയ്തു. ഏകദേശം 146% റിട്ടേൺസ്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.